കേരള പോലീസ് ഇപ്പോൾ ഒരു പുതിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വീടുകളിൽ പാഴ്വസ്തുക്കൾ, അതായത് ആക്രി പെറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ആക്രിക്കടയുടെ മറവിൽ ഇവർ നടത്തിയ ചന്ദന വ്യാപാരം കേരള പോലീസ് കണ്ടെത്തിയിരുന്നു. ഒറ്റപ്പാലം വാണിയംകുളത്ത് ഒരു ആക്രിക്കടയുടെ മറവിൽ സൂക്ഷിച്ച 2000 കിലോ ചന്ദനമാണ് പിടികൂടിയത്. വാണിയംകുളത്തെ ഈ ആക്രിക്കടയിൽ പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. പല സ്ഥലത്തു നിന്നും ആക്രി സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ ശേഖരിച്ച് വെക്കുന്നു, പിന്നീട് പുറത്തേക്ക് കൊണ്ടുപോയി വിൽക്കുന്നു. ഇതായിരുന്നു അവരുടെ രീതി. പിന്നീട് അവിടുത്തെ ചില നാട്ടുകാർക്ക് തോന്നിയ സംശയങ്ങൾ അവർ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ വനം വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ ഒരു പരിശോധനയിലാണ് 2000 കിലോ ചന്ദനം പിടികൂടിയിരിക്കുന്നത്. ആക്രിക്കടയുടെ അകത്തുള്ള ഒരു ഷെഡിലാണ് ഈ ചന്ദനം സൂക്ഷിച്ചിരുന്നത്. 50 പെട്ടികളിലും ചാക്കുകളിലുമായി ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ചന്ദനം. ഇപ്പോൾ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു സംഘമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പോലീസും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും പറയുന്നത്. പിടിയിലായ ആളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പേർ ഇനിയും കുടുങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ട്. പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന പേരിൽ വീടുകളിൽ കയറി മോഷണം നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപരിചിതർ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2-3 സ്ത്രീകൾ ഒരു കുപ്പിയോ ഇരുമ്പിൻ്റെ കഷ്ണമായി വീട്ടിലേക്ക് എത്തുന്നു. ശേഷം ഈ കുപ്പി അല്ലെങ്കിൽ ഇരുമ്പ് വീടിന് സമീപം അല്ലെങ്കിൽ കോമ്പൗണ്ടിനുള്ളിൽ വെക്കുന്നു. കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് ബെൽ അടിക്കുന്നു. മറ്റ് 2 സ്ത്രീകൾ വീടിൻ്റെ 2 വശങ്ങളിലായി മാറി നിൽക്കുകയും ചെയ്യും. വീടിൻ്റെ വാതിൽ തുറക്കുന്ന ആളിനോട് താൻ ആക്രി പെറുക്കാൻ വന്നതാണെന്ന് പറയുകയും വീട്ടിലുള്ള പഴയ സാധനങ്ങൾക്ക് നല്ല വില തരാമെന്ന് അവകാശപ്പെടുകയും ചെയ്യും. ചിലപ്പോൾ ഇതിൽ വീഴുന്ന വീട്ടുടമ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുമായി വീടിൻ്റെ പിൻവശത്തേക്ക് അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവർ ഈ സമയത്തെല്ലാം വളരെ നല്ല രീതിയിലായിരിക്കും ഈ വീട്ടുടമയോട് സംസാരിക്കുന്നത്. ഈ സമയം ബാക്കി 2 സ്ത്രീകൾ മുൻവശത്ത് കൂടിയോ പിൻവശത്ത് കൂടിയോ വീടിനകത്ത് കടന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കി സ്ഥലം വിടുകയും ചെയ്യും. കൂടാതെ കോളിംഗ് ബെൽ അടിച്ച ശേഷം വീടുകളിൽ ആരുമില്ല എന്ന് മനസ്സിലായാൽ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നതും ഇവരുടെ പതിവാണ്. ഇത്തരമൊരു സംഭവം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20 പവൻ സ്വർണ്ണമാണ് അവിടെ നിന്നും നഷ്ടമായത്. ആവശ്യമായ സന്ദർഭങ്ങളിൽ 112 എന്ന നമ്പറിൽ വിളിക്കണമെന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. പലപ്പോഴും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന തമാശയായി തള്ളിക്കളയുന്ന ഒന്നാണ് ഈ ആക്രി പെറുക്കാൻ വരുന്ന കള്ളന്മാരുടെ കാര്യം. അതുപോലെ തന്നെയാണ് റോഡരികിൽ ഭിക്ഷ യാചിക്കുന്നവരും. എല്ലാവരും ആണെന്നല്ല, എന്നാൽ ചില വലിയ സംഘങ്ങൾ ഇതിലുണ്ട്. എറണാകുളത്ത് വൈറ്റില സിഗ്നലിലും ഇടപ്പള്ളി സിഗ്നലിലും ഭിക്ഷ യാചിക്കുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. സാധാരണ യാചകരെ പോലെ ദയനീയമായ ഒരു മുഖഭാവമല്ല അവിടെ കാണുന്നത്. പൈസ കൊടുത്തില്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന ആളുകളും അതിലുണ്ട്. രാത്രികാലങ്ങളിൽ മെട്രോ പില്ലറുകൾക്ക് താഴെയും മറ്റ് സ്ഥലങ്ങളിലും ഇവരുടെ ഒരു ദർബാർ കാണാൻ കഴിയും. അത്യാവശ്യം ആർഭാടകരമായി തന്നെയാണ് അവർ രാത്രി ചെലവിടുന്നത്. പലരും ഇവരുടെ വീഡിയോകൾ എടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും കൂടിയ വിലയുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങുന്നവരും രാത്രി സ്ഥിരമായി ബാറിൽ ഇരിക്കുന്നവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. ഭിക്ഷയെടുത്തോ അല്ലെങ്കിൽ 20-30 രൂപയുടെ സാധനങ്ങൾ വിറ്റോ അല്ല ഇവർ ജീവിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ആക്രി പെറുക്കാൻ വരുന്ന സംഘം ചന്ദനം വിൽക്കുന്നത് പോലെ നിയമപരമല്ലാത്ത എന്തെങ്കിലും കച്ചവടം ഇവർക്കും കാണും എന്നത് തീർച്ചയാണ്.